തിരുവനന്തപുരത്ത് അത്യാവശ്യം ഒരു ആളുകൾക്കെല്ലാം അറിയാവുന്ന ഒരു പൊതുപ്രവർത്തകൻ, ആ പൊതുപ്രവർത്തകൻ പോലീസ് സ്റ്റേഷനിൽ ഒരു കേസുമായി ചെല്ലുന്നു. അങ്ങനെ കേസുമായി മറ്റൊരാളെ സഹായിക്കാൻ വേണ്ടിയാണ് ചെല്ലുന്നത്. ആ വിഷയത്തിൽ ഇടപെട്ട് സംസാരിക്കുമ്പോൾ ഒരു തർക്കമുണ്ടാകുന്നു. പോലീസുകാർ ക്രൂരമായി മർദ്ദിക്കുന്നു. തിരുവനന്തപുരത്തെ അത്യാവശ്യം നേതാക്കന്മാരുമായി എല്ലാം പരിചയമുള്ള ഒരാളാണ് ഷജീർ. ആളുകൾക്കെല്ലാം അറിയാവുന്ന ആളുകളാണ്, പോലീസുകാർക്കും അറിയാവുന്ന ഒരാളാണ്. അങ്ങനെ ഒരാളായിട്ട് പോലും പോലീസ് സ്റ്റേഷനിൽ വെച്ച് ക്രൂരമായ മർദ്ദനത്തിനിരയായി 23 ദിവസം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞ ശേഷമാണ് വീട്ടിലേക്ക് പോകാൻ കഴിഞ്ഞത്. ഇപ്പോഴും അതിൻ്റെ പ്രശ്നങ്ങൾ അനുഭവിച്ചുകൊണ്ട് പൊതുപ്രവർത്തനം നടത്തുന്നു. ഷജീർ ഇപ്പോൾ വീണ്ടും സജീവമായി പൊതുപ്രവർത്തന രംഗത്ത് ഉണ്ട്, സമരങ്ങളിലൊക്കെ നയിച്ച് ഉണ്ട്. പക്ഷേ എങ്കിലും അന്നത്തെ ആ ആക്രമണത്തിൻ്റെ ആഘാതത്തിൽ നിന്നും കരകയറാൻ കഴിഞ്ഞിട്ടില്ല. ഷജീർ ഒരു നിയമ പോരാട്ടം നടത്തി. കഴിഞ്ഞ ദിവസത്തെ ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്ന സമയത്ത് ഷജീറുമായി സംസാരിച്ചിരുന്നു. അപ്പോൾ ഷജീർ പറഞ്ഞത് സുജിത്തിന് ഏറ്റ മർദ്ദനം പോലെ പോലും ആയിരുന്നില്ല, അതിനും അപ്പുറത്തായിരുന്നു ഞാൻ അനുഭവിച്ചത് എന്നുള്ളതാണ് പറഞ്ഞത്. അന്ന് CCTV ദൃശ്യങ്ങളൊന്നും ഇല്ലായിരുന്നു. എന്തായാലും 6 വർഷത്തിന് ശേഷമാണ് ഇതെല്ലാം മൂടി വയ്ക്കാനും ഈ കേസ് അട്ടിമറിക്കാനുമുള്ള നീക്കമൊക്കെ നടന്നു. പക്ഷേ 6 വർഷത്തിന് ശേഷം FIR ഇടാനൊരു തീരുമാനമുണ്ടായി. അങ്ങനെ ഒരു നിയമപോരാട്ടം ഇപ്പോൾ നടന്നു വരികയാണ്. പോലീസുകാർ ഇപ്പോഴും സർവീസിൽ തുടരുകയും ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ കണ്ട വാർത്ത എന്ന് പറയുന്നത് 1 മാസം മുൻപ് നടന്ന ഒരു സംഭവമാണ്. മാതൃഭൂമി ന്യൂസാണ് ആ വാർത്ത റിപ്പോർട്ട് ചെയ്തത്. ആ വിഷയത്തിൽ പോലീസിൻ്റെ ഭാഗത്ത് ഒന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ള നിലയ്ക്ക് പോലീസിൻ്റെ സംഘടിതമായൊരു നീക്കത്തിലൂടെ ഇവരുടെ ഈ പരാതികളെല്ലാം കള്ളമാണ് എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു നിൽക്കുകയാണ്. ഇപ്പോഴും അവർ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഗുരുതരമായ മർദ്ദനം ഏറ്റിരുന്നു എന്നുള്ളത് ആ പ്രതികരണത്തിൽ നിന്ന് വ്യക്തമാണ്, അവരുടെ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. ബോധമില്ലാതെ അവർ വെന്റിലേറ്ററിൽ കിടക്കേണ്ട അവസ്ഥ വരും ഉണ്ടായി. അതിനുശേഷമാണ് അവരെ മാറ്റിയത്. പക്ഷേ ആ വിഷയത്തിൽ ഇവർ ഉന്നയിക്കുന്ന പരാതികളിലൊന്നും നീതിയുക്തമായ ഒരു അന്വേഷണം നടക്കുന്നില്ല എന്നുള്ളതാണ് കുടുംബം ഇപ്പോഴും ഉന്നയിക്കുന്ന ഒരു പരാതി എന്ന് പറയുന്നത്. ഇതിപ്പോൾ കുന്നംകുളത്തെ ഒരു പ്രശ്നം വന്നതുകൊണ്ട് മാത്രം വീണ്ടും ഒരു വട്ടം കൂടി ഈ വിഷയങ്ങളെല്ലാം, പഴയ വിഷയങ്ങളെല്ലാം ഒരു വട്ടം കൂടി ചർച്ചയാവുകയാണ്. ഇത് നിരന്തരമായി ഇങ്ങനെ നടന്നു പോകുന്ന കാര്യങ്ങളാണ്. ജനമൈത്രി പോലീസ് എന്നൊക്കെ പറയുമ്പോൾ പോലും പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിൽ ഉള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് തിരുവനന്തപുരത്ത് നിന്നും തുടർച്ചയായി നമ്മൾ ഒറ്റപ്പെട്ട സംഭവമല്ല. ഈ കുന്നംകുളത്തെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നപ്പോൾ പരാതിയുള്ളവരൊക്കെ നിയമ പോരാട്ടത്തിന് ഒരുങ്ങുകയാണ്. സത്യം തുറന്നു പറയാൻ സധൈര്യം മുന്നോട്ട് വരികയാണ്.